20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിലധികമായി പെട്ടിയിൽ അതിങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ വിധി നിർണ്ണയിക്കുവാനായി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും കൈരളി ന്യൂസിൻ്റെ റിപ്പോർട്ടർമാർ ചേരുന്നു. കോട്ടയത്ത് നിന്ന് സനോജ് കൂടി ചേരുന്നു. സനോജിന് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകാൻ കഴിയും. സനോജ്, കോട്ടയത്തെ ഒരു സാഹചര്യം എന്താണ്? നമുക്കറിയാം, കേരള കോൺഗ്രസ് മാണി കഴിഞ്ഞ തവണ UDFിൻ്റെ ഭാഗമായിരുന്നു, ഇത്തവണ LDFിലേക്ക് വന്നു. ഇത്തവണ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ സീറ്റ് നിലനിർത്താൻ കഴിയുമോ? ഈ പറയുന്ന ചില പ്രവചനങ്ങളിലൊന്നും തന്നെ അവിടെ ഇടതുമുന്നണിക്ക് അനുകൂലമല്ല എന്നാണ് പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോട്ടയത്ത് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ ക്യാമ്പ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതുവഴി ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവോടുകൂടി 50,000-നും 1,00,000-നും ഇടയ്ക്കുള്ള വോട്ടിൻ്റെ ഒരു വർധനവ് കൂടി കണക്കാക്കുന്നു. ഒപ്പം തന്നെ 85,000-ൽ പരം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും UDFിൻ്റെ വോട്ടുകളാണ് പോൾ ചെയ്യാത്തത് എന്നതാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ LDFിൻ്റെ വോട്ടുകളും പോൾ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ബഹുഭൂരിപക്ഷം വോട്ടുകളും UDFിൻ്റെയാണ്. ആ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് LDF ക്യാമ്പിനുള്ളത്. എന്നാൽ UDFിൻ്റെ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. പ്രത്യേകിച്ച് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ വൈക്കവും ഏറ്റുമാനൂരും ഒഴികെ പുതുപ്പള്ളിയും പാലയും കടുത്തുരുത്തിയും കോട്ടയവും ഉൾപ്പെടെയുള്ള പിറവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF ആണ് നിയമസഭയിൽ വിജയിച്ചു കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തങ്ങളുടെ കോട്ടയ്ക്ക് യാതൊരു വിളക്കവും തട്ടാതെ ഈ കോട്ട കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. 66% പരം പോളിംഗ് ആയിരുന്നു മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. 66.72, അതായത് പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെ 14,040 പോസ്റ്റൽ ബാലറ്റുകളാണ് ഉള്ളത്. ആകെയുള്ള 12,54,823 വോട്ടർമാരിൽ 8,23,237 പേർ വോട്ട് ചെയ്തു. അതിൽ 14,040 പേർ പോസ്റ്റൽ ബാലറ്റിലാണ്. അതായത് പ്രായം ചെന്ന ആളുകൾ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്കും ഇപ്രാവശ്യം വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം. കോട്ടയം മണ്ഡലം എപ്പോഴും UDFിനോട് ഒരു പ്രത്യേക ഒരു മമത കാണിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലവുമാണ്. ഇത്തവണ മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും, നിലനിർത്താൻ പറ്റും എന്ന വിശ്വാസത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു. എന്നാൽ സീറ്റ് പിടിച്ച് വിട്ടുതരില്ല എന്ന ഒരു വാശിയിലാണ് UDFിൻ്റെ ഫ്രാൻസിസ് ജോർജ്. എന്തായാലും ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണത്.